പ്രാർത്ഥിക്കുന്നു. അവരെ ആശീർവദിക്കുകയും അവർക്ക് സാക്ഷ്യം പറഞ്ഞ് സന്തോഷം തിരിച്ചു വരാൻ ഇടയാകുകയും ചെയ്യട്ടെ. എല്ലാവരും ഫീസസ് വിട്ട് പവർ ആൻഡ് ഗ്രേസ്. മക്കൾ, നമ്മൾ ഇന്ന് വായിക്കാൻ പോണത് നോൻപിൻ്റെ പശ്ചാത്തലത്തിൽ കേൾക്കാൻ കേട്ട. നോൻപ് തുടങ്ങിയിട്ടില്ല, പക്ഷേ നമ്മൾക്കിവിടെ പതുക്കെ നോൻപെന്നുകൊണ്ട് എന്താണ്? കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ രക്ഷിക്കുന്ന അതാണ്. അതായത് യേശയ്യ 55:6 കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. അതായത് ഈ നോൻപിന്റെ കാലം എന്ന് പറഞ്ഞിട്ടില്ല, ആയിരക്കണക്കിന് മനുഷ്യരെ കർത്താവിനെ കണ്ടെത്തുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൻപിന്റെ ഒപ്പം കൂടി സഞ്ചരിക്കണം, നോൻപിനോട് ചേർന്ന് സംഘടിപ്പിക്കും. നോൻപെന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് ഇരിക്കരുത് കേട്ടോ, അതിനുള്ള പോസിറ്റീവായിട്ട് കർത്താവിനെ കണ്ടെത്തുന്നൊരു കാലമാണ്. കർത്താവിനെ എന്തെല്ലാം തരത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നറിയോ? ഇപ്പോൾ യാക്കോബിൻ്റെ നമ്മൾ കാണിക്കുന്ന ഭക്തികളില്ലേ, ഭക്തികളെന്ന് വെച്ചാൽ കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയില്ലേ. കളങ്കിത കച്ചവടക്കാരെന്നൊക്കെ പറയുമ്പോൾ ആരാണ്? സർക്കാരിനൊക്കെ വെട്ടിക്കുകയും പൊത്തിവെക്കുകയും ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത സാധനങ്ങൾ വിറ്റ് ലാഭം ഉണ്ടാക്കുന്നവരൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെയൊക്കെ മനുഷ്യന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ വിറ്റ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരവരെ കളങ്കിത കച്ചവടക്കാരെന്ന് വിളിക്കും. പക്ഷേ നമ്മുടെ ഈ ആധ്യാത്മിക മേഖലയിൽ ഭക്തിയുടെ കാര്യത്തിലും കളങ്കിത ഭക്തി ഉണ്ടെന്നാണ് കർത്താവിൻ്റെ വചനത്തിലും. നിഷ്കളങ്കമായ ഭക്തിയുണ്ട്. അപ്പം നോൻപ് കാലം ഭയങ്കര ഭക്തിയുടെ കാലമാണല്ലോ അല്ലേ. ടൂറിസ്റ്റിൻ്റെ വഴി ഞങ്ങൾ ഇവിടെ ആലപ്പുഴ, എറണാകുളത്തൊക്കെ ആണെങ്കിൽ, ജില്ലകളിലൊക്കെ ആണെങ്കിൽ ദേവാസ്തവിടി, പുത്തമ്പാന, അമ്മാനം, അങ്ങനെ കുറേ ആചാരാനുഷ്ഠാനങ്ങൾ, ഭയങ്കര സമൃദ്ധമായ ആചാരാനുഷ്ഠാനം. അതെല്ലാം ഭക്തിരസത്തിലൂടെ ജീവിത ആന്തരിക വിശുദ്ധി ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഭക്തികൾ അതിന് തന്നെ രണ്ട് തരം ഉണ്ടെന്നാണ് യാക്കോബ് പറയുന്നത്. യാക്കോബ് പറയുന്നത് കളങ്കിത ഭക്തിയുണ്ട്, നിഷ്കളങ്ക ഭക്തിയുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടേത് ഒന്ന് ചിന്തിക്കണമല്ലാണ്, നമ്മുടെ ഭക്തി കളങ്കിതമാണ്, അതാ നിഷ്കളങ്കമാണ്. യാക്കോബ് 1:27 വായിച്ചേ. പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ് അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക. അതാണ് ഭക്തിയാണ്, നിഷ്കളങ്കമായ ഭക്തി. കാര്യം നമുക്കൊന്നും ഇങ്ങോട്ട് കിട്ടത്തില്ല. ദൈവമാണ് അവരെ സന്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ പേരിൽ നമ്മൾ സന്ധിക്കുകയാണ്. അത് അപ്പോഴാണ് ഭക്തിയാകണത്. ദൈവമാണ് അനാഥകളെയും വിധവകളെയും സംരക്ഷിക്കേണ്ടത്. അപ്പം മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ് അവരെ സന്ധിക്കാൻ വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ, ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ അവരെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നത്. അത് ദൈവത്തോടുള്ള ഭക്തിയാണ്. അതിനെ വചനം വിളിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തി എന്നാണ്. ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ കളങ്കിത ഭക്തിയുണ്ട്. കളങ്കിത ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 100% നമ്മുടെ ആ ഭക്തിയുടെ ഉദ്ദേശം നമ്മളുടെ ആവശ്യങ്ങളായിരിക്കും. അത് പാലം കയറുപോളും നാരായണ, പാലം കയറി കഴിഞ്ഞ് കൂരായണ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ അതുപോലെ തന്നെ കളങ്കിത. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചില പടികളൊക്കെ ഉരുള് നേർച്ചയൊക്കെ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നേർച്ചയാണത്. കാര്യം സ്റ്റാറ്റസ് ഡിമിനിഷ് ആകുന്ന, എളിമപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആൾക്കാർ ഉരുണ്ടൊക്കെ പോവും. ഇപ്പം ഞാൻ ചിലരൊക്കെ പള്ളിയിലൊക്കെ കൊച്ചനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുമേ, എന്തിനാണ് ഇങ്ങനെ ഉരുണ്ട് വന്നത്?